നല്ല റിച്ച് ആൻഡ് ക്രീമി ആയിട്ടുള്ളൊരു പിങ്ക് മാക്രോണിയുടെ റെസിപ്പി പറഞ്ഞു തരട്ടെ. വായോ. ചൂടായ പാനിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് യൂസ് ചെയ്യണേ. അതിലേക്ക് തക്കാളി, സവാള, ഗാർലിക്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കാഷ്യൂ നട്ട്സും ബീട്രൂട്ട് സ്ലൈസസും ഇട്ടിട്ട് നല്ലപോലെ സോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ്സ് എങ്ങനെയാണെന്ന് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമേ. ഇത് സോട്ട് ചെയ്യുക, എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട് കേട്ടോ. നമ്മുടെ വെജിറ്റബിൾസൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ട എന്താ അറിയോ, പനീറാണ്. ഒരു 7-8 ക്യൂബ്സ് പനീറും ഇട്ട് കൊടുത്ത് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ചൂടാറിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ. അതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂണും കൂടെ ബട്ടർ ഇട്ടിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മാക്രോണി ആഡ് ചെയ്തിട്ട് നല്ലപോലെ കുറച്ച് സമയം ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇത് ഭയങ്കര ടേസ്റ്റാട്ടോ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇത് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച് നമ്മളുടെ ഈ ഒരു പിങ്ക് പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു റെസിപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള സീസണിങ് കൊടുക്കാം. പാസ്ത സീസണിങ് ഉണ്ടെങ്കിൽ അത് തന്നെ കൊടുക്കാം. പക്ഷേ ഇനി അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഗരം മസാല ആണെങ്കിലും നമുക്ക് കൊടുക്കാം കേട്ടോ, ഒരു പ്രശ്നമില്ല. എന്തായാലും എൻ്റെ അടുത്ത് പാസ്ത സീസണിങ് ഉണ്ടായതുകൊണ്ട് ഞാനതൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി ഈ ഒരു പാസ്ത ഏറ്റവും റിച്ച് ആക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ചീസാണ്. അപ്പോൾ അത് മെൽറ്റ് ആവട്ടെ. നല്ല അടിപൊളിയായി മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലാണ് ഇപ്പോൾ കിച്ചൺ ഫുള്ള്. ഇനി അത് മിക്സ് ചെയ്യുക. ഇനി എന്താ, സെർവ് ചെയ്യുക അങ്ങോട്ട്. നല്ല ചൂടോടെ കഴിക്കാനാണ് എപ്പോഴും ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ചൂടോടെ കഴിക്കാൻ നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ. ഞാൻ എന്തായാലും ഇത് നമ്മുടെ അപ്പൂസിന് ലഞ്ചിന് കൊടുത്തു വിടാൻ പോവാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്.